വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞായറാഴ്ച പകൽ നിങ്ങളെ ക്രിസ്തുവേശുവിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ വിശുദ്ധ ഞായറാഴ്ച കർത്താവിൻ്റെ ശ്രേഷ്ഠഭുജത്തിൽ നിങ്ങളെ ദൈവം കാക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും സമാധാനത്തിൽ നിർത്തുകയും നിങ്ങൾക്കുള്ള ഒന്നും നഷ്ടമാകാതെ ഇതുവരെ സൂക്ഷിച്ചെങ്കിൽ അത് ദൈവകൃപയാണ്, ദൈവസ്നേഹമാണ്. ഇന്ന് ഈ ലൈവിൽ കൂടി ഹെവൻലി മാസ്റ്റേഴ്സ് പോഡ് എന്ന ഈ ചാനലിൽ കൂടി നിങ്ങളോട് ചെറിയൊരു സന്ദേശം പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ഭീതിയും ഭയവും നിറഞ്ഞ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഭയമാണ്, നടക്കുമ്പോൾ ഭയമാണ്, ഇരിക്കുമ്പോൾ ഭയമാണ്. കാരണം പ്രാണഭയം, മരണഭയം, നാളെ എന്തുണ്ടാകും എന്നുള്ള ഭയം, ഇങ്ങനെ പലതരത്തിൽ ഭയം മനുഷ്യരെ പിടികൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ ആയിരിക്കുന്ന വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് കർത്താവ് നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പാഠങ്ങളിൽ ഒന്ന് ഞാനിന്ന് വിവരിപ്പാൻ സമയമെടുക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ ഒരംശം ഈ ഒരു ചാനലിൻ്റെ ലൈവിൽ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ഒരു ഭാഗം ഇങ്ങനെയുണ്ട്, നമുക്കൊന്ന് വായിക്കാം. അത് ഇങ്ങനെയാണ്: അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തല കീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി. നമുക്ക് ബൈബിൾ വായിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ സംഭവം. യേശുക്രിസ്തു സിനഗോഗിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് പോയ സമയം, നമ്മളൊക്കെ പള്ളിയിൽ പോകും പോലെ താൻ പോയി പ്രാർത്ഥിക്കാനായിട്ട് പോയ സമയം, ജനക്കൂട്ടം ഇരിക്കുന്നതിൻ്റെ നടുവിൽ നിന്ന് യേശുക്രിസ്തുവിന് നറുക്ക് വീഴുകയും യേശുക്രിസ്തു ആ നറുക്ക് പ്രകാരം ചെന്നൊരു ചുരുളെടുത്ത് വായിക്കുകയും ആ ചുരുള് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിന് അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു, പ്രതികാര ദിവസവും പ്രസംഗിക്കാൻ എന്നെ അയച്ചിരിക്കുന്നു. പക്ഷേ ആ പ്രതികാര ദിവസം എന്ന് പറഞ്ഞിട്ടില്ല, പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. ഇത് പറഞ്ഞിട്ട് യേശുക്രിസ്തു വായിച്ച വേദപുസ്തകത്തിലെ ഭാഗം വായിച്ച കേട്ട് എല്ലാ പേരും അതിശയിച്ചു. കാരണം അത് ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന, ക്രിസ്തു വന്ന് വായിക്കുമെന്ന് മാറ്റിവെച്ചിരുന്ന ഒരു ചുരുളായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. താഴോട്ട് പറയുകയാണ്, സാരാഭാത്തിൽ ഒത്തിരി വിധവമാരുണ്ടെന്ന്, പക്ഷെ ഒരു വിധവയുടെ അടുക്കലേ അയച്ചുള്ളൂ. കാരണം പിന്നെ പറയുന്നു, ഏലിയാവിൻ്റെ അടുക്കൽ ഒത്തിരി വിധവമാരുണ്ടായിരുന്നു, പക്ഷേ ഒരു വിധവയുടെ അടുക്കൽ അയച്ചിട്ടുള്ളൂ. അതുപോലെ ഏലീശയുടെ അടുക്കൽ ഒരുപാട് കുഷ്ഠരോഗികളുണ്ടായിരുന്നു ആ നാട്ടിൽ, പക്ഷേ ഏലീശയുടെ അടുക്കൽ ഒരു കുഷ്ഠരോഗി അയച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് യേശുക്രിസ്തു പറയുകയാണ്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് കിട്ടാത്ത രക്ഷ, നിങ്ങൾ നഷ്ടമാക്കിയത് മറ്റു പലർക്കും കിട്ടും എന്ന് കർത്താവ് പ്രഖ്യാപിക്കുകയാണ്. ഇതൊക്കെ കേട്ട് ഇവർ അരിശം പൂണ്ടിട്ട് യേശുക്രിസ്തുവിനെ കൊല്ലാൻ ഭാവിച്ചു എന്നാണ് അർത്ഥം. ഞാനൊരു ഈസ്റ്റ്മാൻ ബൈബിളിൽ വായിച്ചൊരു ഭാഗം, ആ 29-ാം വാക്യത്തിൽ അവനെ അവിടെ എഴുതിയിരിക്കുന്നത് പട്ടണം പണിതിരുന്ന മലയുടെ വക്കെന്നാണ്. പട്ടണമല്ല, യഥാർത്ഥത്തിൽ ദൈവാലയം പണിതിരുന്ന മലയുടെ വക്കിൽ കൊണ്ടുപോയി തള്ള കീഴായി തള്ളിയിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. വേറൊരു ഭാഗത്തിലിരിക്കുന്ന ഈസ്റ്റ്മാൻ ബൈബിളിൽ ഇരിക്കുന്നു, അവനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഭാവിച്ചു. കല്ലുകൾ തൻ്റെ കരങ്ങളിലേക്ക് എടുത്ത് യേശുക്രിസ്തുവിനെ എറിഞ്ഞ് കൊല്ലുവാൻ ഭാവിച്ചു. അതിൻ്റെ അടുത്ത വാക്യത്തിലിരിക്കുന്നു, യേശുക്രിസ്തു അതിന് നടുവിൽ കൂടി നടന്നു പോയെന്നാണ്. ഇതിൽ കൂടി നമുക്കൊരു ദൈവം ഒരു വലിയ സന്ദേശം നമ്മളോട് കൈമാറുകയാണ്. എന്താണെന്നറിയാമോ? പിതാവായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി തൻ്റെ പിതാവായ ദൈവം അറിയാതെ തൻ്റെ ജീവിതത്തിൽ ഒരു കല്ലെറിയാൻ ഒരുത്തൻ കല്ലെടുത്താലും അത് നമ്മുടെ ജീവിതത്തിൽ വന്ന് പതിക്കത്തില്ല. കാരണം അത് എറിയാൻ അവൻ്റെ കൈക്ക് ശക്തി പോലും വരത്തില്ല. കാരണം ദൈവം അനുവദിക്കാതെ. യേശുക്രിസ്തു ഒരിക്കൽ പിലാത്തോസിനോട് പറഞ്ഞു, മുകളിൽ നിന്ന് അധികാരം കിട്ടിയിട്ടല്ലാതെ, ഹെവനിൽ നിന്ന് അധികാരം കിട്ടിയിട്ടല്ലാതെ
എൻ്റെ പിതാവ് നിന്നെ അനുവദിച്ചിട്ടല്ല, നിനക്ക് എന്നെ യാതൊരു അധികാരവുമില്ല, എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു പൈതലാണോ നീ? 100% ഞാൻ പറയാം, ഏത് മതത്തിലായിക്കോട്ടെ, യേശുക്രിസ്തുവിനെ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിനകത്ത് മനുഷ്യർ എത്ര സമൃദ്ധി ഉള്ളവനായിരിക്കട്ടെ, അധികാരത്തിൻ്റെ ഹുങ്കുള്ളവനായിരിക്കട്ടെ, നിൻ്റെ മേലൊരു കല്ലെടുത്തെറിയാൻ ദൈവം അനുവദിക്കാതെ പറ്റത്തില്ല. അത്ര സെക്യൂർഡാണ് യേശുക്രിസ്തുവിൻ്റെ ലൈഫ്. കല്ലെടുത്തെറിയാൻ പറ്റത്തില്ല. വാക്കുകളെന്ന കല്ലുകൾ, പ്രവർത്തികളിൽ കൂടെയുള്ള വേദന പിടിപ്പിക്കുന്ന കല്ലുകൾ നിൻ്റെ ജീവിതത്തിൽ ഒന്ന് പതിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതിന് നടുവിൽ കൂടി നീ നടന്നു പോകും. എത്രയോ തവണ പലരും നമ്മളെ കുരുക്കാൻ നോക്കി, എത്രയോ തവണ നമ്മളെ പലരും ഓരോ വാക്കുകൾ പറഞ്ഞ് നമ്മളെ നശിപ്പിക്കാൻ നോക്കി. ഒരു കത്തി കൊണ്ട് കുത്തി കൊല്ലുന്നതിനേക്കാളും, കുത്തി മുറിവേൽപ്പിക്കുന്നതിനേക്കാളും ഒക്കെ വേദനയിൽ പലരും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്നും എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. കാരണം നമ്മുടെ അവർ പറഞ്ഞ വാക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചിട്ടില്ല. ഒരിക്കലൊരു വലിയ സമ്പന്നനായൊരു മനുഷ്യൻ, ഒരു ബുദ്ധൻ, ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിക്കുകയായിരുന്നു. ഇദ്ദേഹം വന്ന് പറഞ്ഞു, എൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഇരിക്കരുത്, അവിടെ നിന്ന് എണീച്ച് മാറിയിരിക്കണം. ബുദ്ധൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി വേറൊരു മരത്തിനടുത്ത് നിന്നപ്പോൾ, തുറസായ ഒരു സ്ഥലത്ത് നിന്നിരുന്നപ്പോൾ ഇദ്ദേഹം വന്ന് അദ്ദേഹത്തെ അനാവശ്യമായ ചീത്തകൾ മുഴുവനും വിളിക്കുകയാണ്. അസഭ്യമായ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ബുദ്ധൻ പ്രതികരിച്ചില്ല. എല്ലാ ദിവസവും ഇത് തുടർന്നു. ബുദ്ധനൊന്നും മിണ്ടിയില്ല. ഒരു ദിവസം അയാൾ ക്ഷമ കെട്ടിട്ട് വന്ന് ചോദിച്ചു, ഞാൻ ഇത്രയൊക്കെ നിന്നെ വിളിച്ചിട്ടും എന്തുകൊണ്ട് നീ എന്നെ തിരിച്ചൊന്നും പറയുന്നില്ല? അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങേക്ക് ഒരു നല്ല സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾക്ക് തന്നാൽ നിങ്ങളത് സ്വീകരിക്കും, ഇല്ലയോ? അത് സ്വീകരിക്കും. പക്ഷേ ഞാൻ മോശപ്പെട്ടൊരു കാര്യം നിങ്ങളുടെ കയ്യിലേക്ക് തന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ, ഇല്ലയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വീകരിക്കത്തില്ല. മോശപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ മ്ലേച്ഛകരമായ ഒരു കാര്യം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്ത് നിങ്ങളുടെ കയ്യിലോട്ട് തന്നാൽ നിങ്ങളത് സ്വീകരിക്കുമോ? ഇല്ല, സ്വീകരിക്കത്തില്ല. അപ്പം നിങ്ങൾ തന്ന സംഭവം നിങ്ങളുടെ തന്നെ കയ്യിലിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ആ മനുഷ്യനത് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞ അസഭ്യ വാക്കുകൾ മുഴുവനും ബുദ്ധൻ ഏറ്റെടുത്തില്ല, അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. ബുദ്ധൻ സ്വീകരിച്ചാൽ മാത്രമേ ബുദ്ധൻ പ്രതികരിക്കത്തുള്ളൂ എന്നാണ് അർത്ഥം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പെയിൻസ്, മുറിവുകൾ, വേദനകൾ, മറ്റുള്ളവരാൽ, റിലേറ്റീവ്സിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, സ്നേഹിതന്മാരിൽ നിന്ന്, രക്തബന്ധങ്ങളിൽ നിന്നൊക്കെ വേണ്ടാത്ത വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അനുവദിക്കാതെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു പൈതലാണെങ്കിൽ ദൈവം അനുവദിക്കാതെ ഒന്നുപോലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ഒരു വാക്യം കൂടെ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 26-29 വാക്യങ്ങൾ. നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും, ആ വാക്യം അടിവരയിടണം, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊല്ലാനായിട്ട് ആൾക്കാർ കല്ലുകളായ, ആ കല്ല് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വാക്കുകളാകട്ടെ, പ്രവർത്തികളാകട്ടെ, അപമാനമാകട്ടെ, വേദനകളാകട്ടെ, നിങ്ങളെ എറിയാൻ എടുത്താൽ ആ കല്ല് നിങ്ങളുടെ തലയുടെ മുകളിൽ വരാത്തവണ്ണം, അവരുടെ കൈ പൊങ്ങാത്തവണ്ണം ദൈവം അതിനെ തടുത്ത് നിർത്തും. നിങ്ങൾ അതിന് നടുവിൽ കൂടി നടന്നു പോകും. ഇന്ന് ഒരുപാട് വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടും ഇന്ന് നിങ്ങൾ അതിനെ മധ്യേ കൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കഴിവല്ല, ദൈവകൃപ നിങ്ങളുടെ മേലുള്ളതുകൊണ്ടാണ്. ദൈവകൃപ നമ്മുടെ മേൽ ഉദിച്ചത് കൊണ്ടാണ്. ആ ദൈവകൃപ ഇരിക്കുന്ന കാലത്തോളം ഒരു വേദനകൾക്കോ, ഒരു പ്രതിസന്ധികൾക്കോ, ഒരു ഇരുട്ടിനോ, ഒരു മനസ്സമാധാനക്കേടിനോ ഒന്നിനുമോ
നിങ്ങളെ തൊട്ട് നശിപ്പിക്കുവാൻ ദൈവം അധികാരം കൊടുക്കത്തില്ല. യു ആർ പ്രഷ്യസ്. നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, വിലപ്പെട്ടവനാണ്, തേജസ്സുള്ളവനാണ്, യേശു ക്രിസ്തുവിനെ വഹിക്കുന്നവനാണ്. നിൻ്റെ മേൽ ദൈവം തരുന്ന മാന്യതയാണ് ദൈവകൃപ. അത് തല മുതൽ പാദം വരെയും എന്നുമേ ഉണ്ടാകും. ദ ബ്രോ ഓഫ് ദ ഹിൽ, ഒരു മലയുടെ വക്കിൽ കൊണ്ട് നിർത്തി കൊല്ലാൻ ശ്രമിച്ചാലും മരണം നിങ്ങളെ തൊടത്തില്ല. മരണകരമായ അമ്പുകൾ, ചിലർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരുണ്ട്. പലരുടെ വാക്കുകളും പ്രവൃത്തികളും പെരുമാറ്റങ്ങളും ഒക്കെ കണ്ടും കേട്ടും മടുത്തും ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവരുണ്ട്. ഞാൻ നിങ്ങളോടാണെന്ന് സംസാരിക്കുന്നത്. ദൈവം അനുവദിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലൊരു തുള്ളി മണ്ണ് വാരിയിടാൻ ആർക്കും പറ്റത്തില്ല. കാരണം നീ യേശുക്രിസ്തുവിനെ വഹിക്കുന്നവനാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് വേണ്ടി ലൈഫ് കൊടുക്കുന്നവനാണ്. കർത്താവിൻ്റെ ആഗ്രഹപ്രകാരം ഈ ഭൂമിയിൽ വരികയും കർത്താവിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനാണ്. ആ ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഒരിക്കലും നിങ്ങളെ തൊടുവാൻ ഒരു മൺതരിക്കും വേദനിപ്പിക്കുവാൻ ദൈവം അവസരം കൊടുക്കുന്നില്ല. എഴുതി വെച്ചോ, ഇന്ന് ഈ മെസ്സേജ് കേട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചലഞ്ചിങ് ട്രൂത്തായിട്ടത് മാറും. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വേദനകളിൽ കൂടി ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കർത്താവ് എന്നോട് കഴിഞ്ഞ ആഴ്ചകളിൽ ഞാനിട്ട മെസ്സേജ് നിങ്ങൾ കേട്ടു നോക്കണം. എന്നോട് സംസാരിച്ചു. ഒറ്റ കാര്യമാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ എന്നോട് ദൈവം സംസാരിച്ചൊരു വേർഡ് എന്നെ വളരെ എന്നെ ചലഞ്ച് ചെയ്യിപ്പിച്ച ഒരു വേർഡാണത്. നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ പറഞ്ഞവരാണ്. എന്നാൽ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിലാണ്. വേദന വരുമ്പോൾ ദൈവത്തോട് വിളിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ നമുക്കതിന് ഉത്തരം കിട്ടുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ പറഞ്ഞവൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കണം. ലോകത്തിൻ്റെ ഇഷ്ടത്തിലല്ല നിങ്ങൾ പറഞ്ഞത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ. ഒത്തിരി പേർ ഒരുമിച്ച് കൂടി ചേർന്നിട്ടും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. അപ്പനും അമ്മയും ഒരുമിച്ച് ചേർന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ഊനമില്ലാതൊരു കുഞ്ഞായി നിന്നെ ഈ ഭൂമിയിലോട്ട് ഒരു കുടുംബത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ നിൻ്റെ ഇഷ്ടത്തിലല്ല ജീവിക്കേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ. കർത്താവേ, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണം. യേശുക്രിസ്തുവാണ് യഥാർത്ഥ മനുഷ്യൻ. യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. എത്ര പേർ അങ്ങനെ പ്രാർത്ഥിക്കും? ദൈവമേ, അങ്ങയുടെ ഇഷ്ടമാണ് എന്നിൽ വെളിപ്പെടേണ്ടത്. അങ്ങേക്ക് ഇഷ്ടമുണ്ടോ? അങ്ങേക്ക് ഇഷ്ടമുണ്ടോ? ഇതാണ് ചോദിക്കേണ്ടത്. അല്ലാതെ എനിക്കിഷ്ടമുണ്ടോ എന്ന് ചോദിച്ച് ജീവിക്കരുത്. കാരണം മരണസമയത്ത് ഒറ്റ ലൈഫേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ചെങ്കടലിൻ്റെ നടുവിൽ കൂടി നടന്നപ്പോഴും ഫറവോൻ്റെ ഇടയിൽ നിന്ന് വിടുവിച്ച കഥയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാണ് താങ്കളെങ്കിൽ താങ്കളുടെ ജോലി സ്ഥലത്ത്, വഴിയാത്രകളിൽ, നടപ്പിൽ, ഇരിപ്പിൽ, കിടപ്പിൽ, കുടുംബാംഗങ്ങളുടെ മേൽ, നിങ്ങളുടെ ഭാവിയുടെ മേൽ ഒക്കെ ദൈവത്തിൻ്റെ കരം വന്ന് ചലിക്കും. പറയണ ഒറ്റ വേർഡ്, കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം. നമ്മുടെ ഇഷ്ടം മുഴുവനും അവിടെ വെക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ നിറവേറാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നമ്മളെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന് മഹത്വം തരികയാണ്. ഒത്തിരി പേർ രോഗികളായി പോകുമ്പോൾ, മാനസിക വിഭ്രാന്തിയിലായി പോകുമ്പോൾ ഒന്നും അവരുടെ തെറ്റല്ല. അവർക്ക് ദൈവത്തിൻ്റെ കൃപ അവരുടെ മേലുണ്ടെന്നുള്ള സത്യം ഞാനത് പറയുകയാണ്. ആ കൃപയ്ക്ക് നിങ്ങളെ വിടുവിപ്പാൻ പറ്റും. ആ കൃപയ്ക്ക് നിങ്ങളെ ബ്ലസ് ചെയ്യാൻ പറ്റും. ആ കൃപയ്ക്ക് നിങ്ങളെ സമാധാനത്തിൽ നടത്താൻ പറ്റും. ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നവനാണെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഞാൻ ഒറ്റ കാര്യം പറയാം, യേശുവിനെ വിശ്വസിക്കുകയല്ല ചെയ്യേണ്ടത്, യേശുക്രിസ്തുവിനെ വഹിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന കർത്താവിനെ തിരിച്ചറിയുകയും കർത്താവിന് വേണ്ടി ലൈഫ് കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചു. ഒറ്റ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവെ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം. ദൈവത്തിന് എന്ത് ഹാപ്പി ആവുമെന്നറിയാവോ? ആ ഒരു പ്രയർ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. വീണ്ടും ഒരു ലൈവ് കാണും വരെയും കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ. ആമേൻ.